ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ പാരീസ് ഉടമ്പടി ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ ഇന്ത്യയ്ക്ക് മുന്നേറാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനും കർഷകരുടെ വരുമാന വർധനയ്ക്കും പുതിയ കാർഷിക നിയമങ്ങൾ വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.93% ഉയർന്നു. കേരളത്തിൽ ഇന്നലെ രോഗസ്ഥിരീകരണ നിരക്ക് 9.97%. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ. 4 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ എഫ്സിയും തമ്മിൽ. രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ 2015ലെ പാരീസ് ഉടമ്പടി ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ ഫലം കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസ് ഉടമ്പടിയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആഗോള സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014ലെ 2.63 ജിഗാവാട്ട് സൌരോർജ്ജ ഉൽപാദനത്തിൽ നിന്നും ഇന്ത്യ ഇന്ന് 36 ജിഗാവാട്ട് എന്ന നിലയിലേക്ക് ഉയർന്നു. വനവിസ്തൃതി വർധനയിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും രാജ്യം പ്രകടമായ നേട്ടം കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോളതാപനം ലഘൂകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ കാലാവസ്ഥാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. പാരീസ് കാലാവസ്ഥാ കരാറിന്റെ 5ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന വെർച്വൽ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 38 രാജ്യങ്ങൾ ഇതിനോടകം കാലാവസ്ഥാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഇതിൽ പങ്കുചേരണമെന്നും UN സെക്രട്ടറി ജനറൽ അഭ്യർത്ഥിച്ചു. ഉച്ചകോടിയിൽ 70-ലധികം ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പുതിയ കാർഷിക നിയമങ്ങൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനും കർഷകരുടെ വരുമാന വർധനവിനും വഴി തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കിയുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിലെ സംവിധാനങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ വ്യാപാരം, വാണിജ്യം തുടങ്ങിയവയ്ക്കായി പുതിയ അവസരങ്ങൾ കർഷകർക്ക് മുൻപിൽ ഈ നിയമങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഫിക്കിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ നിയമങ്ങളുടെ ഗുണഫലങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റാർട്ടപ്പുകളെ ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ച ശ്രീ ഗോയൽ, ധനസഹായം, അവസരങ്ങൾ തുടങ്ങി എല്ലാ പിന്തുണയും സ്റ്റാർട്ടപ്പുകൾക്ക് നൽകാൻ ഇന്ത്യൻ വ്യവസായ രംഗം തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്ക് ഹരിയാനയിൽ നിന്നുള്ള കർഷകരുടെ പിന്തുണ. ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം സംസ്ഥാന നേതാവ് ഗുനി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ന്യൂഡൽഹിയിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചത്. കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് നേതാക്കൾ നിവേദനം സമർപ്പിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശ്രീ തോമർ പറഞ്ഞു. 2001ലെ പാർലമെന്റ് ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവർക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കേന്ദ്രസ്ഥാനമായ പാർലമെന്റ് സംരക്ഷിക്കാനായി ജീവത്യാഗം ചെയ്ത ധീരയോദ്ധാക്കളെ രാജ്യം ആദരവോടെ സ്മരിക്കുന്നതായും ഭീകരവാദ പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് സംരക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലികഴിച്ച പാർലമെന്റ് ജീവനക്കാർ, സുരക്ഷാ സേനാംഗങ്ങൾ എന്നിവരുടെ ധീരതയും ആത്മാർത്ഥതയും നമ്മെ എന്നും പ്രചോദിപ്പിക്കുന്നതാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല അറിയിച്ചു. ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നു. രോഗമുക്തി നിരക്ക് 95%-ഓട് അടുക്കുകയാണ്. വിശദാംശങ്ങളുമായി ജ്യോത്സ്ന. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,000-ഓളം പേരാണ് കോവിഡ് മുക്തരായത്. ഇതോടെ ആകെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 93,57,000 കടന്നു. 94.37% നിലവിലെ രോഗമുക്തി നിരക്ക്. ഇതുവരെ രോഗം ബാധിച്ചവരിൽ 3.62% മാത്രമാണ് ചികിത്സയിലുള്ളത്. 3,56,546 രോഗികൾ. ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 24 മണിക്കൂറിനിടെ 391 കോവിഡ് രോഗികൾ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെ 1,43,019 പേർക്കാണ് കോവിഡ് മൂലം രാജ്യത്ത് ജീവൻ നഷ്ടമായത്. 1.45% മാത്രമാണ് മരണനിരക്ക്. അതിനിടെ കോവിഡ് സാമ്പിൾ പരിശോധനയിലും രാജ്യത്ത് വർധനവുണ്ട്. ഇന്നലെ 10 ലക്ഷത്തിലധികം സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതോടെ ആകെ പരിശോധന 15,37,00,000 കടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഇന്നലെ 9.97%.
59,690 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5,949 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 5,268 പേർ രോഗമുക്തരായി. 32 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കേരളത്തിൽ കോവിഡ് മരണം 2,594 ആയി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,21 ലക്ഷം കടന്നു. ഇതിൽ 5 കോടിയിലധികം പേർ രോഗമുക്തി നേടി. 16 ലക്ഷം ആളുകളാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6,867 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് ഇന്ത്യ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളുടെ ആദ്യ സംയുക്ത യോഗം നാളെ നടക്കും. ചബഹാർ തുറമുഖത്തെ ചരക്ക് നീക്കത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി ഉപയോഗിക്കാൻ ഉസ്ബെക്കിസ്ഥാൻ താൽപര്യം പ്രകടിപ്പിച്ചതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. മേഖലയിലെ വ്യവസായ, വ്യാപാര സമൂഹത്തിന് കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ ഇത് തുറന്നുകൊടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഭൂട്ടാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് ഇസ്രായേൽ. ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇസ്രായേലിന്റെയും ഭൂട്ടാന്റെയും നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിൽ ഒപ്പുവച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജലവിനിയോഗം, കൃഷി, ആരോഗ്യപരിപാലനം തുടങ്ങിയ മേഖലകളിൽ സംയുക്ത കർമ്മ പദ്ധതിക്ക് രൂപം നൽകാൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായി. അസമിൽ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 40 അംഗ കൌൺസിലിൽ BPF-ന് 17 സീറ്റുകളാണ് ലഭിച്ചത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. UPPL-ന് 12 സീറ്റും BJP-ക്ക് 9 സീറ്റും ലഭിച്ചു. കോൺഗ്രസിനും സ്വതന്ത്രനും ഓരോ സീറ്റ് വീതം നേടാനായി. ജമ്മു കശ്മീരിൽ ജില്ലാ വികസന കൌൺസിലിലേക്കുള്ള 6ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. കശ്മീർ ഡിവിഷനിലെ 14-ഉം ജമ്മു ഡിവിഷനിലെ 17-ഉം ഉൾപ്പെടെ ആകെ 31 സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ജമ്മു കശ്മീരിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർണാടകയിലെ പ്രളയക്കെടുതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര മന്ത്രാലയ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലെത്തും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജോയിന്റ് സെക്രട്ടറി രമേശ് കുമാർ ഗാണ്ഡയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്നത്. ഇന്ന് വൈകിട്ട് കേന്ദ്ര സംഘവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും നാശനഷ്ടങ്ങൾ വിശദീകരിക്കും. സംഘം 3 പ്രത്യേക ടീമുകളായി സംസ്ഥാനത്തെ വിവിധ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കും. ഒഡീഷയിലെ വിവിധ മേഖലകളിൽ പുലർച്ചെ മുതലുള്ള കനത്ത മൂടൽമഞ്ഞ് ഇപ്പോഴും തുടരുന്നു. തലസ്ഥാനമായ ഭുവനേശ്വറിൽ ഇന്ന് രാവിലെ കാഴ്ച 200 മീറ്ററായി കുറഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കുറഞ്ഞ താപനില 15 ഡിഗ്രിയിലും താഴെയെത്തി. വ്യാജ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് കേസുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് TV സിഇഒയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. ഇന്നലെ കോഴിക്കോട് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ UA ഖാദറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച സാംസ്കാരിക കേരളം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അനുശോചനം അറിയിച്ചു. ഖബറടക്കം ഉച്ചയ്ക്ക് ശേഷം തിക്കോടിയിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് ഗോവയിലെ വാസ്കോ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ FCയും ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. ഗോവയിലെ ഫറ്റോർദയിലാണ് 2ാം മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ പാരീസ് ഉടമ്പടി ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ ഇന്ത്യയ്ക്ക് മുന്നേറാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനും കർഷകരുടെ വരുമാന വർധനയ്ക്കും പുതിയ കാർഷിക നിയമങ്ങൾ വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.93% ഉയർന്നു. കേരളത്തിൽ ഇന്നലെ രോഗസ്ഥിരീകരണ നിരക്ക് 9.97%. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ. 4 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ FCയും തമ്മിൽ. 2ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.